ഈ മനസ്സ് ആരിലേക്ക് എത്തിച്ചേരണം? ഭഗവാനിലേക്ക് എത്തിച്ചേരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആരോട് തന്നെയാണ്? അപ്പൊ എന്നിൽ നിന്നുണ്ടായ ചിന്തകൾ, എന്നിൽ നിലനിൽക്കുന്ന ചിന്തകൾ എന്നിലേക്കാണ് ലയിക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി വെക്കും. ഏതായാലും ഈ ചിന്തകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ ഈ ശരീരത്തിലാണ്, ബ്രെയിനിലാണ് എന്നൊക്കെ തോന്നുന്ന ഈ ചിന്തകൾക്ക് ശരീരത്തിൽ നിലനിൽപ്പ് കൊടുക്കുന്നത് ശരീരമല്ല, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നല്ലവണ്ണം നമുക്ക് ഉറപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മൾ അത്തരത്തിലൊന്നും വേണ്ടത്ര ചിന്തിച്ചിട്ടില്ല. പക്ഷെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തുവിന് നിലനിൽക്ക് കൊടുക്കാൻ മറ്റൊരു സത്യം വേണം. ഇതിനെ പറയും കാര്യകാരണ സംബന്ധം. അപ്പൊ ഒന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അതെവിടെ നിലനിൽക്കുന്നു? അപ്പൊ ഞാൻ ഉദാഹരണം നോക്കൂ. നിങ്ങൾ ഈ പുസ്തകം നിലനിൽക്കുന്നു എവിടെ? എന്റെ കയ്യിൽ നിലനിൽക്കും. ഈ കയ്യെ ഇങ്ങനെ നിലനിർത്തുന്നത് ആരാണ്? കയ്യെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? എന്റെ മനസ്സിന്റെ പ്രവർത്തനം നിലച്ചാൽ ഈ കൈ ഇങ്ങനെ നിൽക്കൂ. അപ്പൊ കയ്യെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് മനസ്സാണ്. മനസ്സിലാവുണ്ടോ നിനക്ക്? മനസ്സിനെ അങ്ങനെ നിലനിർത്താൻ ഈ ശരീരത്തിൽ ആരുടെ സാന്നിധ്യം വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു. മനസ്സിലാവുണ്ടോ നിനക്ക്? അങ്ങനെ നമ്മൾ പുറകോട്ട് വരുമ്പോ നമുക്ക് അവസാനം നമ്മൾ എത്തിച്ചേരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലാണ്. ഈ ചൈതന്യത്തെ തന്നെയാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നമ്മൾ ആ ഈശ്വരനെ അറിയുന്നത് എന്നത് നമുക്ക് 18-ാം അധ്യായത്തിലെ 2 ശ്ലോകങ്ങളിലൂടെ കാണാം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. നല്ലവണ്ണം ഉറപ്പിച്ചു വെക്കണേ. ഭാരതീയ സങ്കല്പത്തിൽ ആരാണ് ഈശ്വരൻ? ഇപ്പോ നമ്മൾ കരുതിയിരിക്കുന്നത് ഈശ്വരൻ എവിടെ ഇരിക്കണോ? അമ്പലത്തിൽ ഇരിക്കണോ എന്നല്ലേ? ആണോ അല്ലയോ? ചിലർ പറയണു ഈശ്വരൻ മുകളിലിരിക്കണമെന്ന്. അതല്ലേ ഇതൊക്കെ കേൾക്കാൻ? മുകളിലൊരാളുണ്ടെന്ന് പറയാ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ് പരിശീലിച്ചത്? ആണോ അല്ലയോ? അപ്പൊ ഈശ്വരൻ അമ്പലത്തിലിരിക്കണോ, ഈശ്വരൻ മുകളിലിരിക്കണോ എന്നേ വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈശ്വരൻ എൻ്റെ ഉള്ളിലിരിക്കണോന്ന്? പൊതുവെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ആരാണ് ഈശ്വരൻ? അപ്പൊ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ഈശ്വരൻ എന്ന് പറയുന്നത് എവിടെ ഇരിക്കണോ? നോക്കൂ, നിങ്ങൾ എഴുതി വെച്ചിരിക്കണേ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എവിടെ ഇരിക്കണോ? എല്ലാ ഭൂതങ്ങളുടെയും ഹൃദ്ദേശേ. ഹൃദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഹൃദയം എന്നുള്ള ശബ്ദത്തിന് എല്ലാറ്റിന്റെയും ഉറവിടമായി, എല്ലാറ്റിന്റെയും സോഴ്സായി നിൽക്കുന്നു. പൊതുവെ നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സെന്നൊരർത്ഥം എടുക്കും, അല്ലെങ്കിൽ ഹാർട്ട് എന്നൊരർത്ഥം എടുത്താൽ ഈശ്വരൻ ഹാർട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന് നിലനിൽക്കാൻ ആര് വേണം? ഹാർട്ട് പോയാൽ ആരും പോയി. നോക്കൂ നിങ്ങൾ, എത്ര തോന്നിവാസായിരിക്കും എന്ന്. മനസ്സിലായില്ലേ? ഹാർട്ട് പോയാൽ ഈശ്വരൻ പോയി എന്ന് പറഞ്ഞാൽ ഹാർട്ടില്ലാത്തവർക്കൊന്നും ഈശ്വരൻ ഇല്ലാതെ പറയേണ്ടി വരും. അതുപോലെ ഈശ്വരൻ മനസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ അർത്ഥം എടുക്കരുത്. സർവഭൂതാനാം ഹൃദ്ദേശേ എന്നുള്ള ശബ്ദത്തിനർത്ഥം എല്ലാറ്റിന്റെയും ഉറവിടമായി, സോഴ്സായി ആരിയ്ക്കണോ? ഭഗവാൻ. ഇത് നല്ലവണ്ണം തലയിൽ കയറ്റി വെക്കണേ. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും ദൃശ്യമായ ഒരാളല്ല, എല്ലാവരിലും എല്ലാം കാണിച്ചു തരാൻ സാധിക്കുന്നത് ഈശ്വരനാണ്. ശ്രദ്ധിക്കും നിങ്ങൾ, ഞാൻ നിങ്ങളെ കാണുന്നത് കണ്ണുകൊണ്ടാണ്. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആണ്. ആ ബുദ്ധി പ്രവർത്തിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ ആര് വേണം? ചൈതന്യം വേണം, ഭഗവാന്റെ സാന്നിധ്യം വേണം. അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ എനിക്ക് മുന്നിലിരിക്കുന്ന ആളാണോ? ഈശ്വരൻ ഉള്ളത് കൊണ്ടാണോ ഞാനിരിക്കുന്നത്? ആണോ അല്ലയോ? അപ്പൊ നമ്മുടെ ഓരോ വ്യക്തിത്വവും നിലനിൽക്കുന്നതിന് കാരണം ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെയല്ലേ? ചിലർക്ക് കൂടിയും ചിലർക്ക് കുറഞ്ഞു ഇരിക്കുവോ? എല്ലാവർക്കും പണമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഈശ്വരൻ, പണം കുറഞ്ഞവർക്ക് കുറച്ച് ഈശ്വരൻ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അമ്പലത്തിൽ പോകുന്നവർക്ക് കൂടുതൽ ഈശ്വരൻ, അമ്പലത്തിൽ പോവാത്തവർക്ക് കുറച്ച് ഈശ്വരൻ
നാമം ചൊല്ലുന്നവർക്ക് കൂടുതൽ ഈശ്വരൻ, നാമം ചൊല്ലാത്തവർക്ക് കുറച്ച് ഈശ്വരൻ, അങ്ങനെയുണ്ടോ? എല്ലാവർക്കും സർവഭൂതങ്ങളിലും ഈശ്വരൻ ഒരേപോലെ ഇരിക്കണോ എങ്കിൽ കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാനല്ലേ ഇവിടെ. അപ്പൊ എപ്പോഴെങ്കിലും ഈശ്വരന്റെ ഒരു കുറവ് നമുക്കുണ്ടായിട്ടുണ്ടാവോ? ഉണ്ടായിട്ടുണ്ടാവോ? എപ്പോഴെങ്കിലും ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കാതിരുന്നിട്ടുണ്ടാവോ? ഉണ്ടാവോ ഇല്ലയോ? ഇനി എപ്പോഴെങ്കിലും ഈശ്വരൻ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവോ? പക്ഷെ നമ്മുടെ കൂടെ ഇങ്ങോരുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായിട്ടുണ്ടാവോ? എത്ര നന്നായിരുന്നു. നമുക്ക് കുഴപ്പമുണ്ടാക്കിയതൊക്കെ അദ്ദേഹമല്ല, കുഴപ്പമുണ്ടാക്കിയതൊക്കെ നമ്മളാണ്. എന്നിട്ട് പിന്നെ ദൈവത്തിനോടല്ലേ പറയാ, ഈശ്വര ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു എന്ന്. പാവം ഈശ്വരനാണോ ചതിച്ചത്? ഈശ്വരൻ ഇങ്ങോട്ടാ പറയേണ്ടത്, ഞാൻ നിങ്ങളെ നിലനിർത്തിയിട്ടും എന്നെ ഒന്ന് മൈൻഡ് ചെയ്യാത്തൊരു ചതി ചെയ്തത് നിങ്ങളാണ്. ആണോ അല്ലയോ? അപ്പൊ നോക്കൂ, എത്ര നമ്മൾ തെറ്റായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഇനി നിങ്ങൾ അമ്പലത്തിൽ തന്നെ നോക്കൂ, അപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ മതി. അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യം പോലും ഒരാളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ ആവാഹിച്ചാണ് വെച്ചതെങ്കിൽ ശരിക്കും ആ വിഗ്രഹത്തിലേക്ക് ചൈതന്യം വന്നിരിക്കുന്നത് പുറത്തുനിന്നാണോ ഒരാളുടെ ഉള്ളിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ ആ തിരുമേനി പൂജിക്കുന്നത് ശരിക്കും കല്ലിനെയാണോ അയാളിരിക്കുന്ന ചൈതന്യത്തെയാണോ? അപ്പൊ അവിടെ പോകുന്നവരും ശരിക്കും ആരാധിക്കേണ്ടത് ആരെയാണ്? അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ അല്ലേ? ആണോ അല്ലയോ? ഹിന്ദുമതം ഇതാണോ പിന്തുടരുന്നത്? നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശക്തി തന്നെയാണ്. അപ്പോഴല്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ സത്യമാവുള്ളൂ. തത്വമസി എന്നുള്ളത് ആ കല്ല് നീയാകുന്നു എന്നാണോ? അല്ലെ കല്ല് പോലെയാണ് നിന്റെ മനസ്സെന്നാണോ? തത്വമസി എന്നുള്ള ശബ്ദത്തിനർത്ഥം നിന്റെ മനസ്സും ഈ കല്ല് പോലെ തന്നെ, അതായത് നീയും നേരെയാവില്ല എന്ന് പറയാനാണോ തത്വമസി എന്ന് എഴുതി വെക്കുന്നത്? അല്ല. ആണോ അല്ലയോ? അപ്പൊ തത്വമസി എന്ന് പറഞ്ഞാൽ അർത്ഥം തത് ത്വം അസി എന്നാണ്. ത്വം തത് അസി. ത്വം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നീ എന്നർത്ഥം. തത് എന്ന് പറഞ്ഞാൽ അത്. അസി എന്ന് പറഞ്ഞാൽ ആകുന്നു. അത് നീ ആകുന്നു. ഏത് നീ ആകുന്നു? കല്ല് നീ ആകുന്നു എന്നാണോ? പായസം നീ ആകുന്നു എന്നാണോ അമ്പലത്തില്? അതോ ശബരിമലയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നീ ആകുന്നു എന്നാണോ? ആണോ അല്ലയോ? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അത് നീ ആകുന്നു എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് തത്വമസി എന്ന് പറയുന്നത്? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അത് ഉപനിഷത്തിലാണ്, ചാന്തോക്യ ഉപനിഷത്തില്. എവിടെയാണ്? ചാന്തോക്യ ഉപനിഷത്തിലാണ് ഇത് വരുന്നത്. ശ്വേതകേതുവിനോട് പറയാണ്, ഉദ്ദാലകൻ പറയാണ്, ചിത്രകേതോ തത്വമസി. അവിടെയാണിത് പറയുന്നത്. ശബരിമലയിൽ അത് വേറെ ആരും എഴുതി വെച്ചു എന്നല്ലാതെ അവിടെ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആളുകൾ അങ്ങനെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്. ചോദിച്ചാൽ ഉടനെ പറയുന്നത് എവിടെ എഴുതി വെച്ചത്? ശബരിമലയിൽ എന്ന്. മനസ്സിലായില്ലേ? ശബരിമലയിലല്ല എഴുതി വെച്ചിരിക്കുന്നത് ചാന്തോക്യ ഉപനിഷത്തിലാണ്. അപ്പൊ അവിടെ തത് ത്വം അസി, അത് നീ ആകുന്നു എന്ന് പറയുമ്പോൾ ഏത് നീ ആകുന്നു? ആ ചൈതന്യം നീ ആകുന്നു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും നിങ്ങൾ, എനിക്കും നിങ്ങൾക്കും, ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ പറയണമെങ്കിൽ ശരീരം ഉണർന്നു വരണോ? അതോ ശരീരത്തെ ഉണർത്തുന്ന മനസ്സുണർന്നു വരണോ? നമ്മൾ പറയണമെങ്കിൽ ശരീരം ഉണർന്നു വരണം. ശരീരം ഉണർന്നു വരണമെങ്കിൽ മനസ്സ്. അപ്പൊ എവിടുന്നാണ് ഈ ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്? നമ്മള് ശരീരത്തിൽ നിന്നാണോ തുടങ്ങുന്നത്? മനസ്സിൽ നിന്നാണോ? അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നതെങ്കിൽ ശരീരത്തെ ഉണർത്തുന്നത് മനസ്സും മനസ്സിനെ ഉണർത്തുന്നത് ചൈതന്യവുമാണെങ്കിൽ ഈ ത്വം ഇരിക്കുന്നത് എവിടെയാണ്? തത് അല്ലേ? നീ അതാകുന്നു, നീ അതിലാകുന്നു എന്ന് പറഞ്ഞാൽ നീ ശരീരത്തിന്റെ ഭാഗമല്ല, നീ ഇരിക്കുന്നത് ചൈതന്യത്തിലാണ്. അപ്പൊ നമ്മുടെ മനസ്സിന് രണ്ട് ശക്തികളുടെ ഇടയിൽ നിലനിൽക്കാനുള്ള കഴിവുണ്ട്. ഒന്ന് ശരീരത്തിലും ചൈതന്യത്തിലും. ശരിക്കും മനസ്സിന്റെ ഉറവിടം എന്ന് പറയുന്നത് ചൈതന്യമാണെങ്കിലും അത് ഒട്ടി നിൽക്കുന്നത് ശരീരത്തിലോടാണ്. ചുരുക്കി പറഞ്ഞാൽ മൈൻഡ് ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ സെൽഫ് ആൻഡ് ദ ബോഡി. എന്താ പറയുന്നത്? ഈ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ, ഒരു പാലമാണത്. ഏത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന? ഒരു വശത്തെ ചൈതന്യവും ഒരു വശത്ത് ശരീരവും. ഇത് തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു
ചിന്തയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത, ശരീരത്തിലൊട്ടി നിൽക്കാനും അതിന് സാധിക്കും, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ചൈതന്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനും സാധിക്കും. അങ്ങനെ ചൈതന്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ഈശ്വര സർവഭൂതാനാം എന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നത് ഒരേ ഈശ്വരനാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഈ പ്രയോഗം നിങ്ങൾക്ക് ശരിക്കും കൂടെ മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു കൺവിക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെക്കാളും ചെറുതുമല്ല വലുതുമല്ല, നിങ്ങൾ ദുർബലരുമല്ല ശക്തരുമല്ല. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഒരുപോലെയാണെങ്കിൽ എന്നെ ദുർബലനാക്കുന്നത് ഈശ്വരനല്ല, എന്നെ ദുർബലനാക്കുന്നത് എൻ്റെ തന്നെ ചിന്തകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ എൻ്റെ ദൗർബല്യത്തിൽ നിന്നും ഉയരേണ്ടത് ഞാനാണ്. എൻ്റെ ദൗർബല്യം മാറ്റാൻ ഞാൻ ഒരാളെ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല. ഈ ബോധ്യം വന്നാൽ നമ്മൾ ഒരാളെ ആശ്രയിക്കേണ്ടതുണ്ടോ? ഈ ബോധ്യം നമുക്ക് വന്നാൽ സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പക്ഷേ ബോധ്യം വരണ്ടേ? ബോധ്യം വരാത്തോടത്തോളം കാലം നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ദൗർബല്യമെല്ലാം നമ്മുടെ ദൗർബല്യമായി നമ്മൾ സ്വീകരിച്ച് നമ്മളെ സുരക്ഷിതരാക്കാൻ, സന്തോഷം തരാൻ, സ്നേഹം തരാൻ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ആധ്യാത്മികമായി ഉയർത്തിയിട്ടില്ലെങ്കിൽ അതെന്നും മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കും. അപ്പൊ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. ആരുടെ സാന്നിധ്യം കൊണ്ട്? ആരുടെ സാന്നിധ്യം കൊണ്ട്? ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിന് എന്താ അർത്ഥം? ഈശ്വരൻ എന്നുള്ള ശബ്ദത്തിന് എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്തുന്നവൻ എന്നർത്ഥം. ദ വൺ ഹൂ കമ്പൈൻ എവരിത്തിങ് എന്നർത്ഥം. എല്ലാം കൂട്ടിച്ചേർത്ത ഈശ്വരത്വം, ഈശിത്വം എന്നൊക്കെയുള്ള ശബ്ദത്തിനർത്ഥം അതാണ്. എന്തൊക്കെയാ കൂട്ടിച്ചേർത്തിരിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായയാം. എപ്രകാരമാണോ ഒരു യന്ത്രം തിരിയണമെങ്കിൽ, ഒരു ചക്രം തിരിയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു എന്ത് വേണം? ആക്സിൽ വേണം, സപ്പോർട്ട് വേണം. അപ്പൊ ഈ ഫാൻ ഇങ്ങനെ കറങ്ങുന്നു, ആ ഫാന് കറങ്ങണമെങ്കിൽ ഒരു കുറ്റി വേണം. ആ കുറ്റി ഉള്ളത് കൊണ്ടാണത് കറങ്ങുന്നത്. ഇതുപോലെ ഈശ്വരനാകുന്ന ശക്തിയിലാണ് മനസ്സ് കറങ്ങുന്നത്. ആ മനസ്സ് കറങ്ങുമ്പോഴാണ് ആര് കറങ്ങുന്നത്? ശരീരം കറങ്ങുന്നത്. മനസ്സിലായില്ല? എൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, കാലിൽ ചൊറിച്ചിൽ വരുന്നു എന്ന്. ആ ഇൻസ്ട്രക്ഷൻ പോകുമ്പോഴാണ് എൻ്റെ കൈ കാലിൽ ചെന്ന് ചൊറിയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഒരു ചലനം എവിടെ സംഭവിച്ചു? കൈ ചലിക്കുന്നതിന് മുമ്പ് ഉണ്ടോ ചലനം? സംഭവിച്ചോ? അപ്പൊ മനസ്സിന്റെ ചലനം ശരീരത്തിൽ സംഭവിക്കണമെങ്കിൽ അതിനെ ചലിപ്പിക്കാൻ ആര് വേണം? ഞാൻ യന്ത്രാരൂഢാണിമായ, ഞാൻ എല്ലാറ്റിൻ്റെയും പിന്നിൽ ആരൂഢമായിരിക്കുന്ന ശക്തിയായി നിന്ന് എന്നിലാണ് ഇതെല്ലാം കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ കറങ്ങുന്ന ഒന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സും ശരീരവും ഇപ്പോ ശരീരത്തിൽ നിലനിൽക്കാൻ കാരണം അതിനെ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണെന്ന ബോധം നമുക്കുണ്ടെങ്കിൽ എന്നും എപ്പോഴും എവിടെയും നമ്മുടെ കൂടെ ആര് തന്നെയാണുള്ളത്? ഈശ്വരൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഈ ബോധം ഉറപ്പിക്കണ്ടേ? വേണോ വേണ്ടയോ? നിങ്ങൾ എത്ര പേര് ഉറപ്പിക്കുന്നുണ്ട്? ഉള്ളിലാണ് ഈശ്വരൻ എന്നുള്ളത് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ആരുടെ ഉള്ളില്? ഞാൻ പറയുന്നത് വിഗ്രഹത്തിന്റെ ഉള്ളിലല്ല, അവനവന്റെ ഉള്ളിലുണ്ട് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഉണ്ട്, തോന്നിയിട്ടുണ്ട്. നന്നായി. ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് സത്യം. മനസ്സിലാക്കൂ നിങ്ങൾ. നോക്കൂ, മറ്റുള്ള മതസ്ഥരിൽ നിന്നും നമ്മൾ ഏറെ വ്യത്യസ്തരാവുന്നത് ഇവിടെയാണ്. ആത്മാവ് തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞുറപ്പിക്കുന്ന സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. എല്ലായിടത്തും ഈശ്വരൻ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു മതം പറയുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിപൂർവ്വം ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരവുണ്ട്. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഇവിടെയും ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഇതെന്താ കാറ്റില്ലാത്ത സ്ഥലം പോലെയോ? ചുഴിയിൽ വീഴുന്ന വിമാനം പോലെ? ആകാശം എല്ലായിടത്തും ഉണ്ടെങ്കിൽ, അതുപോലെ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ആരുണ്ടാവണം? അപ്പൊ ഇവിടെ ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ടാവുമെങ്കിൽ എല്ലാവരിലും ഉണ്ടാവില്ലേ?
അങ്ങനെയാണെങ്കിൽ ഈശ്വരനിൽ ആവില്ലേ എല്ലാവരും? അതോ എല്ലാവരിലും ആയിരിക്കും ഈശ്വരൻ? എല്ലാവരിലും ഈശ്വരനാണോ? അതോ ഈശ്വരനിലായിരിക്കും എല്ലാവരും? അപ്പൊ പിന്നെ എല്ലാവരും ആര് തന്നെയായിരിക്കണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മതങ്ങളൊക്കെ പറയേണ്ടത് എല്ലാവരും ഈശ്വരൻ തന്നെയാണെന്നല്ലേ പറയേണ്ടത്? ഇത് പറയാനുള്ള തന്റെ ഇടം ഭാരതീയ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാരതീയ ഋഷീശ്വരന്മാര് പറയുന്നത് സർവം വിഷ്ണുമയം ജഗത്ത്. എന്താ പറയുന്നത്? വാസുദേവ സർവം. എല്ലാവരും വാസുദേവനാണ്. വാസുദേവനിൽ നിന്ന് വന്നവരെല്ലാം വാസുദേവനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചതേ. സർവം ഖല്ലിതം ബ്രഹ്മ. സർവം ഖല്ലിതം ബ്രഹ്മ. ഇത് വരുന്നത് ഉപനിഷത്തിൽ വരുന്നതാണ്, വേദത്തിൽ വരുന്ന മന്ത്രമാണ്. സർവം ഖല്ലിതം ബ്രഹ്മ. കേട്ടിട്ടുണ്ടോ ഈ ശബ്ദങ്ങളൊക്കെ? പുരുഷ സൂക്തം കേട്ടിട്ടുണ്ടോ? പുരുഷ സൂക്തത്തിൽ പറയും സർവം പുരുഷം. അതാ ഇങ്ങനെയാ പറയാ, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം പുരുഷ ഏവ ഇദം സർവം. ഇദം സർവം പുരുഷ ഏവ. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? ഏത് പുരുഷനെ കുറിച്ചാ പറയുന്നത്? ആണുങ്ങളെ കുറിച്ചല്ല പറയുന്നത്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന. ഇനി നാരായണ സൂക്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയും യത് ദൃശ്യതേ ശ്രൂയതേ വിവ അന്തർബഹിച്ച സസ്സർവം വ്യാപ്യ നാരായണ സ്ഥിത. അപ്പൊ ഉള്ളിലും പുറത്തും ആര് നിറഞ്ഞിരിക്കുന്നു? നാരായണൻ. അപ്പൊ എല്ലാവരും ആര് തന്നെയാണ്? ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമുച്യതേ വരം ജംഗമം വിഷ്ണു സർവം വിഷ്ണുമയം ജഗത്. അപ്പൊ എല്ലാവരും ആര് തന്നെയാണ്? ഇന്ന് നോക്കൂ, ഇനി വാസുദേവൻ എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് വാസനാൽ വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി. അപ്പൊ എല്ലാവരും ആര് തന്നെയാണ്? വാസുദേവൻ. ഗീതയിലെ ഒരു ശ്ലോകം കൂടി നോക്കിയാൽ നിങ്ങൾക്കത് വ്യക്തമാവും. ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു ദുർലഭം. ഒരുപാട് ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നുപോയാൽ ബഹൂനാം അനവധി ജന്മനാം അന്തേ, ആ ജന്മങ്ങളിലൂടെ കടന്നുപോയ ജ്ഞാനവാൻ ആരായിത്തീരും? മാം പ്രപദ്യതേ, അവരെന്നെ കൈവരിക്കാൻ സാധിക്കും. അവനെന്ത് മനസ്സിലാവും? വാസുദേവ സർവമിതി. എല്ലാം ആര് തന്നെ? എല്ലാവരും ആര് തന്നെയാണ്? സമഹാത്മാ സുദുർലഭ. അവൻ ആരായി കഴിഞ്ഞു? മഹാത്മാവായി. അപ്പൊ നമ്മളൊക്കെ മഹാത്മാവായി തീരാൻ കഴിവുള്ളവരാണ്. ആണോ? അല്ലയോ? അപ്പൊ നമ്മള് ഭഗവാനെ എവിടെ തന്നെ കണ്ടുറപ്പിക്കണം? ആത്മോ ബ്രഹ്മൈവ. എവിടെയാണ്? ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് നമ്മൾ ഉറപ്പിക്കണം.